2025 നീറ്റ് കെമിസ്ട്രിയിലെ 7ാമത്തെ ചോദ്യമാണ് 7th ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡിക്രീസിംഗ് അസിഡിറ്റി ഓഫ് ദി ഫോളോയിങ് അലിഫാറ്റിക് ആസിഡ്സ്. 4 കോമ്പൗണ്ടുകൾ തന്നിരിക്കുകയാണ്. അവരുടെ അസിഡിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ, ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ അവരെ അറേഞ്ച് ചെയ്യണം. സോ ഇക്കൂട്ടത്തിൽ ആരാണ് H+നെ ഈസി ആയിട്ട് പുറത്തേക്ക് കളയുക? അയാളായിരിക്കും ഏറ്റവും നല്ല ആസിഡുകൾ എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? സോ 4 കോമ്പൗണ്ടിനെയും കോൺജുഗേറ്റ് ബേസിനെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്താ കോൺജുഗേറ്റ് ബേസ്? ഒന്നുമില്ല, ഈ കോമ്പൗണ്ടിൽ നിന്ന് H+ ആയിട്ട് പുറത്തേക്ക് പോയാൽ ബാക്കി വരുന്ന ഈ HCOO- നെയാണ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെയോ, ഇവിടെ H+ പോയാൽ വരുന്ന CH3COO- ആണ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ്. സോ നമുക്ക് 4 പേരുടെയും കോൺജുഗേറ്റ് ബേസുകൾ എഴുതാം. സോ HH+ ആയിട്ട് പുറത്തേക്ക് പോവാണ്. ഈ HH+ ആയിട്ട് പുറത്തേക്ക് പോയാൽ ബാക്കി വരുന്ന HCOO- ആണ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ്. രണ്ടാമത്തതോ CH3COH ആണ്. HH+ ആയിട്ട് പുറത്തേക്ക് പോയാൽ വരുന്ന CH3COO- ആണ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ്. ആൻഡ് തേർഡ് വൺ നോക്കാം. ദാ ഇവിടെ HH+ ആയിട്ട് പുറത്തേക്ക് പോവാണ്. ബാക്കി വരുന്ന CH3 ട്വൈസ് CHCOO- ആണ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ്. ആൻഡ് ലാസ്റ്റ് കോമ്പൗണ്ട് CH3 thrice CCOO-. ഇതാണ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതിൽ ഏതിലാണ് കോൺജുഗേറ്റ് ബേസിന് ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളതെന്ന് നോക്കുക. ഈ കോൺജുഗേറ്റ് ബേസിനാണ് ഏറ്റവും സ്റ്റെബിലിറ്റി എങ്കിൽ ഇതായിരിക്കും മോസ്റ്റ് അസിഡിക്. ഈ കോൺജുഗേറ്റ് ബേസിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി എങ്കിൽ ഇതായിരിക്കും മോസ്റ്റ് അസിഡിക്. സോ കോൺജുഗേറ്റ് ബേസുകളുടെ സ്റ്റെബിലിറ്റി എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? അസിഡിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരുടെ സ്റ്റെബിലിറ്റി പരിശോധിക്കാം. ഈ 4ാമത്തെ കോമ്പൗണ്ടിൽ 3 CH3 ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ 2 CH3 ഗ്രൂപ്പുകൾ ആൻഡ് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പുമാണ് വരുന്നത്. മക്കളെ, മീഥൈൽ ഗ്രൂപ്പുകളുടെ പ്രത്യേകത എന്താണ്? They are +I ഗ്രൂപ്പ്സ് അല്ലേ? പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണ്. അവർ കാർബോക്സിലേറ്റ് അയോണെ ഡീസ്റ്റെബിലൈസ് ചെയ്യും, സ്റ്റെബിലിറ്റി കുറയ്ക്കും. സോ മീഥൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് +I ഇഫക്റ്റ് കൂടും, പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടും. അതിനനുസരിച്ച് നമ്മുടെ കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി കുറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ 3 CH3 ഗ്രൂപ്പുകൾ വരുന്ന ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കും, ഈ കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും ലീസ്റ്റ് സ്റ്റേബിൾ ആയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കും ലീസ്റ്റ് അസിഡിക്. അപ്പൊ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് പോലും വരുന്നില്ല. ഇക്കൂട്ടത്തിൽ ഏറ്റവും അസിഡിക് ആയിട്ടുള്ള ആൾ ആരായിരിക്കും? ഫോമിക് ആസിഡ് ആയിരിക്കും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3.